നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ തലയിൽ എണ്ണയൊക്കെ തേച്ച് കുളിച്ചു കേട്ടോ. ഇന്നലെ ഫോട്ടോഷൂട്ട് ചെയ്തത് അതുപോലെ ഇരിക്കുകയായിരുന്നു. രാത്രി വന്നിട്ട് 10:30 മണി. എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ, കിടന്നോളാൻ വയ്യായിരുന്നു. പിന്നെ തലയിലൊന്നും ചെയ്തില്ല, അങ്ങനെ കിടന്നു. ഇന്ന് രാവിലെ എഴുന്നേറ്റ് എണ്ണയൊക്കെ തേച്ച് ഫേസിലൊക്കെ നമ്മുടെ എന്താണ് ഏലാതി തൈലവും കുങ്കുമാതി തൈലവും ഒക്കെ വാരി, കുങ്കുമാതി തൈലമല്ലല്ലോ, നൽപ്പാമര എണ്ണയൊക്കെ വാരി തേച്ച് കുളിച്ച് സുന്ദരിയായിട്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, കൊറിയേഴ്സ് 2 സ്ഥലത്ത് വന്ന് കിടക്കുകയാണ്. ഇതുവരെ പോയി വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ വേദ ഇവിടെ നിർത്തിയിട്ട് കൊറിയർ വാങ്ങി ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരണേ, നമുക്ക് വന്ന സാധനം എന്താണെന്നുള്ളത്. അതെല്ലാം കാണിച്ച് തന്നിട്ട് തിരിച്ച് നെട്ടയത്ത് പോകാമെന്ന് കരുതാണ്. അമ്മ രാവിലെ മുതൽ വിളിക്കുകയാണ്, വാര മീനും കപ്പയൊക്കെ കൊണ്ട് വരണില്ലേ വരണില്ലേ എന്ന് ചോദിച്ചിട്ട്. പോകാനുള്ള സമയമില്ല. ഞാനിപ്പോൾ കുളിച്ചിറങ്ങി വേദയും ദേഹത്തൊക്കെ എണ്ണയൊക്കെ തേച്ച് കൊടുത്തു. പിന്നെ എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദേ ഇപ്പോൾ കൊറിയർ വാങ്ങിക്കാൻ അതങ്ങ് ട്രിവാൻഡ്രം തമ്പാനൂർ എന്തോണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ അവിടെ പോയി വാങ്ങണം. ഇവിടെ പേയാടുണ്ട്, കുറച്ച് കൊറിയർ വന്ന് കിടപ്പുണ്ട്. അയക്കാൻ കുറച്ച് കൊറിയറുണ്ട്. എനിക്ക് അങ്ങനെ ഒരുപാട് ജോലിയായിട്ട് ഞാൻ നിൽക്കുകയാണ്. ഞാൻ നേരെ രാവിലെ ശിവശക്തി എന്ന് പറഞ്ഞുള്ളൊരു ട്രാവൽസിലാണ് വന്നത്. അവിടെയാണ് കൊറിയർ വന്ന് കിടക്കുന്നത് കേട്ടോ. കുറച്ച് ദിവസമായി വന്ന് കിടക്കുന്നു. പുള്ളിയെ എന്നും വിളിക്കും, ഇവിടെ എലി ശല്യമുണ്ട്, എലി കൊണ്ടുപോകുന്നൊക്കെ പറയുമെങ്കിലും എനിക്ക് സമയം കിട്ടണ്ടേ ഇത് വന്ന് എടുക്കാനായിട്ട്. അപ്പോൾ അതേ അവിടെ നിന്ന് വേറൊരു സ്ലിപ്പെല്ലാം വാങ്ങിച്ച് ഇവിടെ വന്നാണ് മറ്റേ ലോഡിങ് ചേട്ടന്മാരൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അവിടെ വന്നാണ് ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ വന്നതേ. സാധനങ്ങൾ ഐ മീൻ കൊറിയർ പാഴ്സലാട്ടോ. ഇത്രയും വലിയ പാഴ്സലാണെന്ന് ഞാൻ പറഞ്ഞ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇത്രയും ഞാൻ ചുരിദാർ മെറ്റീരിയൽ ഓർഡർ ചെയ്തു എന്ന് ഞാനിപ്പോൾ ആലോചിക്കാം കേട്ടോ. ഇത്രയും വലിയ പാഴ്സലാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാർ എടുത്തുകൊണ്ട് പോയാനേ. അപ്പോൾ ഞാൻ കരുതി ചെറിയ പാഴ്സലല്ലേ, അപ്പോൾ സ്കൂട്ടറിൽ പോയിട്ട് വരാൻ ഭയങ്കര തിരക്കൊക്കെ അല്ലേ, ഉച്ചയ്ക്ക് ഇനി നെട്ടയത്തൊക്കെ പോകണം, കാറിലൊക്കെ പോയാൽ സമയത്ത് എത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് സ്കൂട്ടറും വലിച്ചെടുത്തുകൊണ്ട് പോയത്. ഈ ഒരു വലിയ പാഴ്സലും കൊണ്ട് വരാനായിട്ട് ഞാൻ കുറച്ച് നേരം ബുദ്ധിമുട്ടി കേട്ടോ. കുറച്ച് പാടായിരുന്നു. പതിയെയാണ് വന്നത്. നല്ല വെയിറ്റും ഉണ്ടായിരുന്നു. ഹാൻഡിലൊക്കെ തിരിക്കാൻ ബുദ്ധിമുട്ടായിട്ടാണ് ഇരുന്നത്. അതിനെ ഉരുട്ടി തള്ളി കയറ്റി വീട്ടിനകത്തൊക്കെ വെച്ച ശേഷം DTDCയിൽ കുറച്ച് കൊറിയർ അയക്കാനുണ്ടായിരുന്നു. പോസ്റ്റ് ഓഫീസ് വഴി കുറച്ച് കൊറിയർ അയക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പ്രൊഫഷണൽ കൊറിയേഴ്സിലും കുറച്ച് കൊറിയർ വന്നിരിപ്പുണ്ടായിരുന്നു. അതിനെയും പോയി എടുത്തിട്ട് ഞാനിങ്ങ് വന്നു. 12 മണിയായപ്പോഴേക്കും ഇത്രയും പണികളെല്ലാം ഞാൻ ചെയ്ത് തീർത്തിട്ട് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടേ. അപ്പോഴേ നമുക്ക് ഇപ്പോൾ നേരത്തെ കല്യാണി കോട്ടൺ അല്ലായിരുന്നു, ഇപ്പോൾ മഹേശ്വരി കോട്ടൺ ആണ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. ജസ്റ്റ് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാവേ. ഇതിൽ മഹേശ്വരി കോട്ടണും ഉണ്ട്, കല്യാണി കോട്ടണും ഉണ്ട്. പിന്നെ സുങ്കുടി കോട്ടൺ ഞാൻ ഓർഡർ ചെയ്തത് അവരിന്ന് എന്തോ ഡിസ്പാച്ച് ചെയ്യത്തേ ഉള്ളൂ, കിട്ടിയിട്ടില്ല. പിന്നെ കാഞ്ചി കോട്ടൺ, ചെട്ടിനാട് കോട്ടൺ ഞാൻ ഇപ്പോൾ എടുക്കാത്തതിൻ്റെ മെയിൻ കാരണം ബ്ലൗസ് വിത്ത് ബ്ലൗസ് കുറവാണ്. അപ്പോൾ വാങ്ങാൻ എല്ലാവരും മടിക്കും. അതുകൊണ്ടാണ് ഞാൻ ചെട്ടിനാട് കോട്ടൺ എടുക്കാൻ മടിക്കുന്നത്. കല്യാണി കോട്ടൺ, ഇത് പ്യുവർ റെഡ് കളറാട്ടോ കല്യാണി. സോറി, ഇത് മഹേശ്വരി കോട്ടനാണ്. പ്യുവർ റെഡ് കളറല്ല മഹേശ്വരി കോട്ടൺ. ദെൻ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് പേടി സാരിയിലെങ്ങനെ സൈസ് ആയാൽ. അടുത്തത് റസ്റ്റ് ഓറഞ്ച് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ. ഇപ്പോൾ ഈ റസ്റ്റ് ഓറഞ്ച് എന്ന് പറയുന്നത് ട്രെൻഡിങ് കളറാട്ടോ. ദെൻ ഇത് കല്യാണി കോട്ടൺ ആട്ടോ. ബ്ലാക്കിൽ കോപ്പർ വരുന്നതാണ്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചു, വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം വന്നത് അപ്പം തന്നെ പോയി. ഇപ്പം നമ്മൾ മെനിങ്ങാന്നെടുത്തില്ല, അത് പോയി. അപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ചോദിച്ചു, അപ്പോൾ അത് വന്നതാണ്. ഇത് വെറും ബ്ലാക്ക് മഹേശ്വരി കോട്ടൺ. ഇത് കൂടുതലും മഹേശ്വരി കോട്ടൺ ആണ്. പിന്നെ നമ്മുടെ എപ്പോഴത്തെയും ട്രെൻഡിങ് താരമായ ബ്ലാക്ക് ആൻഡ് റെഡ് കളർ കോമ്പിനേഷൻ ചെക്ക് കല്യാണി കോട്ടൺ വന്നിട്ടുണ്ട്. വേഗം തന്നെ ചോദിച്ചോളൂ, ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ. റസ്റ്റ് ഓറഞ്ച് ബ്ലാക്കിൽ വീണ്ടും വന്നിട്ടുണ്ട്. ഇതും കല്യാണി കോട്ടൺ ആണ്. റസ്റ്റ് ഓറഞ്ച് ഭയങ്കര ട്രെൻഡ് ആയതുകൊണ്ട് ആ കളേഴ്സ് കുറേ എടുത്തിട്ടുണ്ട്. ഇതും റസ്റ്റ് ഓറഞ്ച് ഒരു മെറൂൺ കളർ കോമ്പിനേഷനാണ്. അടുത്ത കല്യാണി കോട്ടണിലെ താരമായ ഓറഞ്ച് ഗ്രീൻ, റെഡ് ബ്ലാക്കും ഓറഞ്ച് ഗ്രീനും ഭയങ്കര തരംഗം കേട്ടോ വസ്ത്രയിൽ കല്യാണി കോട്ടൺ. ഇതൊക്കെ മഹേശ്വരി കോട്ടൺ ആണ്. ഇതൊക്കെ ഫാസ്റ്റ് മൂവിങ് മഹേശ്വരി കോട്ടണിലെ കളർ കോമ്പിനേഷൻസ് ആണ്. ഇത് റെഡ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ, ഭയങ്കര രസമായിരിക്കും. റെഡ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ ഫോട്ടോസ് ഞാൻ ഇട്ട് തരാം, ചോദിച്ചാൽ മതി. ഇതും അതിൻ്റെ തന്നെ വേറൊരു പീസാട്ടോ. റെഡ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ സെയിം തന്നെയാണ്. ഇതൊക്കെ അത് തന്നെ കേട്ടോ. ഇത് പ്യുവർ റെഡ് മഹേശ്വരി കോട്ടൺ. അപ്പോൾ സാരീസ് ഇതാണ്. ഇനി ചുരിദാർ മെറ്റീരിയൽ കാണിച്ചു തരാവേ. എൻ്റെ അമ്മ അതിനടുത്ത് ഇവിടെ പൊക്കി കയറ്റാൻ പെട്ട പാട് വസ്ത്ര ചലിച്ചുകൊണ്ടേ ഇരിപ്പുണ്ട്. വലിയ ബോക്സാണല്ലോ വന്നത്. ഇത്രയും വേണ്ടി ഞാൻ ചുരിദാർ മെറ്റീരിയൽ ഓർഡർ ചെയ്തു എന്നാണ് ആ ബോക്സ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ.
കാണുമ്പോൾ ഭംഗി തോന്നുന്നതെല്ലാം അങ്ങ് ഓർഡർ ചെയ്യും. അമ്മേ അടിപൊളി. ഇതിൻ്റെ എല്ലാം ഷോളാണ് അടിപൊളി. ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ചോദിച്ചാലും ഞാൻ ഇട്ട് തരാം, ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ടോപ്പാണ്, ഇത് ഷോളാണ്. ഞാൻ ഷോളിൻ്റെ ഭംഗി കണ്ടാണ് ഓരോന്നും എടുത്തത്. ഇതൊക്കെ ഞാൻ വസ്ത്രയുടെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇത് കുറേ ഉണ്ട് കേട്ടോ കാണിച്ച് തരാനായിട്ടാണെങ്കിൽ. ദൈവമേ, എത്രയും പീസ് ഞാൻ ഓർഡർ ചെയ്തോ. ഒരുപാട് ചുരിദാർ മെറ്റീരിയൽ ഉണ്ട്. ഇതൊക്കെ നോക്കി, ഇതാണ് കലങ്കാരി ഷോളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വസ്ത്രയുടെ പേജ് കയറി നോക്കും, അതിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ വീഡിയോസ് ആയിട്ട് ഇടാം. വിഷു ഒക്കെ വരെയല്ലേ, ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്ത് അടിച്ച് പൊളിച്ച് നടക്കണ്ടേ. കൊറിയറെല്ലാം ക്രോസ് ചെക്ക് ചെയ്തെല്ലാം അടിക്ക് പറക്കൊക്കെ വെച്ചിട്ട് 2 മണിയായപ്പോഴേക്കും നെട്ടയത്ത് വന്നപ്പോഴേക്കും എന്താ വലിയ മീൻമുട്ട കിട്ടിയിട്ടുണ്ട്. അതിനെ പൊരിച്ച് വെച്ചിരിക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻമുട്ട. ചിലർക്ക് മീൻമുട്ട എന്ന് കേൾക്കുമ്പോൾ അയ്യേ മീൻമുട്ടേ എന്നൊക്കെ പറയും കേട്ടോ. പക്ഷേ എനിക്ക് ഇവിടെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങളെല്ലാവരും കഴിക്കും. വേദയും ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല. ഇന്നിപ്പോൾ വേദ കഴിച്ചില്ല, വേദയ്ക്കൂടെ വച്ചിരുന്നതാണ്. അതിനെ ഞാനിങ്ങെടുത്തു. എൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല വേദയുടെ മാല കേട്ടോ. എൻ്റെ മാല വേദയ്ക്ക് കൊടുത്തിട്ട് വേദയുടെ മാല ഞാനിങ്ങെടുത്തു. പക്ഷെ ആ മാല കുറച്ച് കട്ടി കൂടുതലാണ് വേദയുടെ മാല. എൻ്റെ കഴുത്തിൽ കിടന്നത് കുഞ്ഞ് സിമ്പിളായിട്ടുള്ള മാല. അപ്പോൾ ഞാൻ കരുതി വേദയുടെ കഴുത്തിൽ ആ സിമ്പിൾ മാല കിടക്കുന്നതായിരിക്കും ഭംഗിയെന്ന് എഴുതിയിട്ട് അത് കൊടുത്തിട്ട് എൻ്റെ കഴുത്തിൽ ആ കട്ടിയുള്ള മാല ഇട്ടപ്പോഴേക്കും എനിക്കെന്തോ ഒരു വൃത്തികേട് പോലെ തോന്നുന്നു. അങ്ങനെ ഒരു മാതിരി കിടക്കുന്നു. അപ്പോഴേക്കും വേദതേ എവിടെ ഇരുന്ന് വീട്ടിലിരുന്ന് എൻ്റെ ക്യാമറയൊക്കെ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ഞാൻ കൂടുതലും വീട്ടിലൊക്കെ വ്ളോഗ് ഫോണിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. പുറത്തോട്ടൊക്കെ പോകുമ്പോഴാണ് ക്യാമറ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് അതിന് ചീത്തയായി പോകണ്ടെന്ന് പറഞ്ഞ് വേദം എടുത്തിട്ട് വന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ ചൂടും ദാഹവും ഒക്കെ വരുന്നുണ്ട്, ഇരിക്കാൻ പറ്റുന്നില്ല. ഒരു ആവി കണക്കൊരു സാധനം വീട്ടിനകത്ത് കേട്ടോ, ഭയങ്കര ചൂട്. ഞാൻ പിന്നെ ഐസ്ക്രീം വേണമെന്ന് ചോദിച്ചു, ഐസ്ക്രീം വാങ്ങിക്കാനായിട്ട് പോയി. ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. സത്യം പറഞ്ഞാൽ ഐസ്ക്രീം കടകളിൽ പോലും ഐസ്ക്രീമിന് പോലും ദാരിദ്ര്യമാണെന്ന് തോന്നുന്നു. ദാരിദ്ര്യം ഐ മീൻ ഈ ചൂടായതിൻ്റെ ആൾക്കാർ വാങ്ങി തീർന്നു എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് പഴം വേണമെന്ന് പറഞ്ഞ് പഴം വാങ്ങാൻ കയറിയ കടയിൽ നല്ല നെല്ലിക്ക ഇങ്ങനെ വറ്റൽമുളകൊക്കെ ഇട്ട് വച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതും 2 പാക്കറ്റ് വാങ്ങിയിട്ട് വീട്ടിൽ വന്ന് ആ ഐസ്ക്രീം പൊട്ടിച്ച് കഴിച്ചപ്പോൾ തൊണ്ടയ്ക്കും മനസ്സിനൊക്കെ ഒരു കുളിർമ. അത് കഴിച്ച് കഴിയുമ്പോൾ വീണ്ടും ചൂടിളകും കേട്ടോ. കഴിച്ച് കഴിയുമ്പോഴല്ല, കഴിച്ചിട്ടും വലിയ സുഖമൊന്നുമില്ല, എങ്കിലും ഒരു സുഖം, എവിടെയൊക്കെ ഒരു തണുത്ത സാധനത്തിൻ്റെ ഒരു സുഖം. അത് കഴിഞ്ഞ് വേറെ ഞാൻ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം കേട്ടോ. ഇപ്പോൾ കുറേ ആയി ഡാൻസ് ക്ലാസ്സിനൊന്നും പോകുന്നില്ല. വെക്കേഷന് കൊണ്ടുപോയതൊക്കെയല്ലേ എൻ്റെ തിരക്ക്. ഇതിനിടയ്ക്ക് ഞാൻ എവിടെ കൊണ്ടുപോകാനാണ്, വെക്കേഷനൊക്കെ പോകാമെന്ന് പറഞ്ഞിരുന്നാൽ അതും നടക്കുന്നില്ല. അങ്ങനെ ടി വിയിൽ ഞാൻ കണ്ടിട്ട് ഏതെങ്കിലുമൊക്കെ നല്ലതിട്ട് കൊടുക്കും. അവർക്ക് സ്റ്റെപ്സും കാര്യമൊക്കെ അറിയാമല്ലോ, അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഫുൾ മറന്നു പോകും കേട്ടോ. അതുകൊണ്ട് അവൾ നിർത്തി പ്രാക്ടീസ് ചെയ്യും. ഇപ്പം തന്നെ അവൾക്ക് ഇരുന്നിട്ട് എഴുന്നേക്കാനൊക്കെ വലിയ പാട്. മറ്റേത് കണ്ടിന്യൂസ് സാറ്റർഡേ സൺഡേ ഒഴിവാക്കാണ്ട് ഞാൻ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഇതായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം എല്ലാക്കത്തും മടി പിടിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഉറപ്പായിട്ട് ഇനി എല്ലാ ദിവസവും പ്രാക്ടീസ് വേണമെന്നൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ആ നെല്ലിക്ക പൊട്ടിച്ച് കഴിച്ചപ്പോൾ അത് കണ്ടപ്പോൾ അച്ഛനും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനും ഒരു പീസ് കൊടുത്തു. ഭയങ്കര എരിവായിരുന്നു കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ആ കണ്ട ലുക്ക് കഴിച്ചപ്പോഴുണ്ടായിരുന്നു. ചിലപ്പോൾ കാണുന്ന ലുക്ക് കഴിക്കുമ്പോൾ ഉണ്ടാവില്ലായിരുന്നു, പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നമുക്ക് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. നാളെ കുഞ്ഞി പെണ്ണിൻ്റെ വാക്സിൻ ഡേ ഒക്കെ, വാക്സിൻ അല്ല ചെക്കപ്പ് ഡേ ആണ്. അപ്പോൾ നാളെ കാണാം. ടാറ്റാ.